ഹായ്! ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് യാത്ര പോകാൻ താല്പര്യമുള്ളവരെ കൂട്ടിയിട്ട് ഞങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് യാത്ര. അങ്ങനെ ഞങ്ങളുടെ യാത്രാ ഗ്രൂപ്പിൻ്റെ 8ാമത്തെ ട്രിപ്പാണ്. ആ ട്രിപ്പ് പോയത് ധനുഷ്കോടി, മധുര, രാമേശ്വരം അങ്ങനെയുള്ള ഒരു ഹിസ്റ്ററിക്കൽ പ്ലേസസിലേക്കാണ് ഞങ്ങൾ പോയത്. അപ്പം ഞങ്ങൾ അവിടെ കണ്ട കാഴ്ചകൾ, ഞങ്ങൾ താമസിച്ച റിസോർട്ട്, ഞങ്ങൾ കഴിച്ച ഫുഡ്, അതിനെപ്പറ്റിയുള്ള ഒരു ലഘു വിവരണം ഞങ്ങളുടെ ഈ ബ്ലോഗിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. So let's move to Dhanushkodi. അങ്ങനെ രാത്രി 8 മണിയോടുകൂടി ഞങ്ങൾ ലഗേജൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ തറവാടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. അവിടെ ഞങ്ങളുടെ ബസ് വരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഷിറാസുകയുടെ വാപ്പച്ചി വന്നു. അങ്ങനെ ഷിറാസുകയും വാപ്പച്ചിയും തമ്മിൽ കുശലാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ വാപ്പച്ചി മദ്രാസിൽ പോയ കുറച്ച് വീരവാദങ്ങളൊക്കെ മുഴക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴതാ അതേ ഞങ്ങളുടെ ബസ് എത്തിയിരിക്കുന്നു. 26 സീറ്റിൻ്റെ ട്രാവലറാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ച് നല്ല ത്രില്ലിലാണ്. ഇതാണ് ഞങ്ങളുടെ യാത്രാ കോംബോ. ഇതിൽ 7 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആളുകളുണ്ട്. അങ്ങനെ ബസ്സിൽ കയറിയ ഉടനെ ഞങ്ങളുടെ സ്ഥിരം കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഫുൾ ഓഫ് ത്രില്ലിംഗ്, എൻജോയ്മെൻറ്റ്, ചില്ലിങ്. അങ്ങനെ ദേ ഞങ്ങൾ വടക്കാഞ്ചേരിയിലെത്തിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഒരു രാജാസ് ചിപ്സ് എന്ന് പറയുന്നൊരു കടയുടെ ഫ്രണ്ടിൽ കുറേ പാർക്കിംഗ് ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ സ്നാക്സ് കഴിക്കുന്നവർക്ക് കഴിച്ചു. യൂറിനലൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫ്രഷായി. ഡ്രൈവറും ഒന്ന് റിഫ്രഷായി. അങ്ങനെ ഞങ്ങളുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ബസ്സിൽ തിരിച്ചു കയറി ഞങ്ങളുടെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ജേണി കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ രാത്രിയിൽ എപ്പോഴോ ഞങ്ങളുടെ ബഹളങ്ങൾക്കിടയിൽ ഞങ്ങളെല്ലാവരും ഞങ്ങൾ പോകാൻ പോകുന്ന സ്ഥലമൊക്കെ സ്വപ്നങ്ങളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ മയക്കത്തിലേക്ക് വീണു. ഇടയ്ക്കെപ്പോഴോ കണ്ണ് തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. 2 സൈഡും നിറയെ പനകളിൽ നിറയെ പനം കരിക്കുകൾ കൊലകൊലയായിട്ട് ഇങ്ങനെ ഉണ്ടായി കിടക്കുന്ന കാഴ്ച. ആഹാ, അതിസുന്ദരം. അങ്ങനെ ഞങ്ങൾ രാമേശ്വരത്തുള്ള SSK ഫെയറിലാൻഡ് ബീച്ച് റിസോർട്ടിന്റെ എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. മനോഹരമായ എൻട്രൻസ് കടന്ന് ഞങ്ങൾ അതിന്റെ കോമ്പൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് അവിടെ ഒരു സ്പെഷ്യൽ അതിഥി എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണ്ടേ ആരാണെന്ന്? നോക്കൂ. അങ്ങനെ ഞങ്ങളുടെ റൂമുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു വലിയ ഹോളിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ടോട്ടൽ 7 റൂംസാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ആ നടുവിലുള്ള സെൻട്രൽ പോർഷൻ ഒരു പ്ലേയിങ് ഏരിയയാണ്. ഞങ്ങളുടെ റൂമിലേക്ക് കയറി. അവിടെ ഒരു ഡബിൾ കോട്ട് ബെഡ് ഉണ്ട്. ഒരു എക്സ്ട്രാ ബെഡും ഉണ്ടായിരുന്നു. റൂം AC ആണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂം. അങ്ങനെ ഞങ്ങളുടെ കേർട്ടനൊക്കെ ഓപ്പൺ ചെയ്തു. കബോർഡ്സ് ഒക്കെ നല്ല കബോർഡ്സ്, ഫ്രഷ് ആയിട്ടുള്ള കബോർഡ്സ്. അതുപോലെ തന്നെ നമുക്ക് ഹാങ് ചെയ്തിടാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കംഫർട്ടബിലിറ്റി ഫീൽ ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ടോയ്ലറ്റിലേക്കാണ്. അവിടെ നല്ല ഹൈജീനിക് ആയിട്ട് ഫീൽ ചെയ്തു. സോ
ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഇതാണ് ഞങ്ങളുടെ റിസോർട്ടിൻ്റെ ഒരു മോർണിംഗ് വ്യൂ എന്ന് പറയുന്നത്. ഇത് റിസോർട്ടിൻ്റെ ആ പാത്വേ ബീച്ചിലേക്കുള്ളൊരു പാത്വേ ആണ്. ആ പോകുന്ന വഴി തന്നെയാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ക്യാൻറ്റീനും. ഞങ്ങളൊരു ചെറിയ ചായയൊക്കെ കുടിക്കാനായിട്ട് ക്യാൻറ്റീനിലേക്ക് പോവുകയാണ്. ഞങ്ങളവിടെ എത്തിയപ്പം അവിടെ ഒരു ക്ലീനിങ് സ്റ്റാഫ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ടോട്ടലി ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു സ്പേസ്. അങ്ങനെ ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് ചായ വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങളവിടെ നിന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് പോയി. ദാ കാണുന്നതാണ് പാമ്പൻ ബ്രിഡ്ജ്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ലോങ്ങസ്റ്റ് സീ ബ്രിഡ്ജാണ്. 1914 കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ ബ്രിഡ്ജ് കടന്ന് നമ്മൾ പോകുന്നത് കുരിശടി ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കാണ്. ആ കാണുന്നത് സ്വാമി വിവേകാനന്ദ മെമ്മോറിയൽ ആണ്. ഈ കുരിശടി ഐലൻഡ് രാമേശ്വരത്ത് നിന്ന് 12 കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഗൾഫ് ഓഫ് മാന്നാർ ബയോസ്ഫിയർ റിസർവിൽപ്പെട്ട ഒരു ഐലൻഡാണ് ഈ കുരിശടി ഐലൻഡ്. ഇതൊരു ബയോസ്ഫിയർ റിസർവ് മീൻസ് ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയാണിത്. അപ്പോൾ ഗൾഫ് ഓഫ് മാന്നാർ ബയോസ്ഫിയർ റിസർവിൽ ഒരുപാട് ഐലൻഡ്സ് ഉണ്ട്. അതിൽ നമുക്ക് പ്രവേശനമുള്ള ഒരേ ഒരു ഐലൻഡാണ് കുരിശടി ഐലൻഡ്. ഇതിന് ഒരു മറൈൻ നാഷണൽ പാർക്കായിട്ടും ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബോട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പം അവിടെ നല്ലൊരു സീനറിയാണ് നമുക്ക് കിട്ടുന്നത്. ഇന്ത്യൻ ഓഷ്യനിലാണ് ഈ കുരിശടി ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് വളരെ നല്ല സീനറീസ് അവിടെ കിട്ടുന്നുണ്ട്. സോ നമുക്കവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. ഞങ്ങളവിടെ റീലൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ പേഷ്യൻസിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ബോട്ട് എത്തിയിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഭയങ്കര ആകാംക്ഷയോടുകൂടി ബോട്ടിലേക്ക് കയറിയിരുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെ സീറ്റ് കണ്ടുപിടിച്ച് അവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ ഓഷ്യനിലൂടെ ബോട്ടിലിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ അതിമനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് കൂടെ ഞങ്ങൾ തമാശകൾ പങ്കുവച്ച് ഒക്കെ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് കുരിശടി ഐലൻഡ് എത്തിയിരിക്കുന്നു. ഞങ്ങളെല്ലാവരും ബോട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ ഞങ്ങളുടെ ബോട്ടിൽ നമ്മളിപ്പോൾ അവിടെ നിന്നൊരു ബോട്ട് എടുക്കുമ്പം നമ്മുടെ കൂടെ ഒരു ഗൈഡും കൂടി ഉണ്ടാവും നമ്മുടെ കൂടെ. ആ ഗൈഡ് നമുക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും തരും. ഓരോ കാര്യങ്ങളെപ്പറ്റി പുതിയ അറിവുകൾ നമുക്ക് പകർന്നു തരും. അങ്ങനെ കിട്ടിയ ഒരു അറിവാണ് ഈ കാണുന്ന ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ പ്ലാന്റ് തീ കെടുത്തും എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ പ്ലാന്റിൻ്റെ പേരെന്താണെന്ന് പുള്ളി പറഞ്ഞില്ല. തീ കെടുത്താൻ കഴിവുള്ള പ്ലാന്റ് ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതരം പ്ലാന്റ്സ് ഒക്കെ കണ്ടു. ഞങ്ങളിങ്ങനെ നടന്നു പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഒരു സ്പോട്ടിലെത്തി കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളെ കുറേ സ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ് ഞങ്ങളെ കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ബ്ലൂ വെയിലിൻ്റെ ബാക്ക് ബോണും സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. അതിൽ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ ഇങ്ങനെ ഒരു കല്ലിങ്ങനെ പൊന്തി കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആ കല്ലൊന്ന് എടുത്ത് നോക്കിയപ്പോൾ കല്ലിന് വെയിറ്റ് ഉണ്ട്.
പക്ഷേ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്. അപ്പോഴാണ് പുള്ളി പറഞ്ഞത് അതിൻ്റെ പേരാണ് ഫ്ലോട്ടിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത്. അത് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് ചുറ്റും 2 സൈഡും ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു മാമയുണ്ട്. പുള്ളി റിട്ടയർഡ് ആയുർവേദിക് ഡോക്ടറാണ്. സോ ഗൈഡിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൂടാതെ തന്നെ അദ്ദേഹവും ഞങ്ങൾക്ക് മെഡിസിനൽ പ്ലാന്റ്സിനെ പറ്റിയൊക്കെ ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അങ്ങനെ പ്ലാന്റ്സ് കൂടുതലും ഞങ്ങളിവിടെ കണ്ടത് ഒരുപാട് നമുക്ക് പ്രയോജനപ്പെടുന്ന, എന്നാൽ നമ്മുടെ ചുറ്റുപാടുമൊക്കെ ലൊക്കാലിറ്റിയിൽ നമുക്ക് കിട്ടുന്ന വളരെ അപൂർവമായിട്ടുള്ള പ്ലാന്റ്സ്, മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ ഞങ്ങൾ കണ്ടു. ഞങ്ങളങ്ങനെ നടന്നു. ഇപ്പോൾ ഗൈഡ് ഞങ്ങളൊരു റീകൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ആ ബിൽഡിംഗ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരികയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്നു. അങ്ങനെ ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബിൽഡിങ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കോറൽ ബ്രിക്സ് കൊണ്ടാണ്. കോറൽ ബ്രിക്സിൻ്റെ പ്രത്യേകത നമ്മൾ ഭയങ്കര തണുപ്പ് തരും എന്നുള്ളതാണ്. നമുക്ക് റൂമിൽ AC ഒന്നും വെക്കണ്ട, നമ്മളൊരു AC ഫീലിംഗ് തരും ഈ കോറൽ ബ്രിക്സ്. അപ്പം ഇതെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നതും അതുണ്ടാക്കിയിരിക്കുന്നതും ബ്രിട്ടീഷുകാരാണ്. അപ്പം അവിടെ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്. എല്ലാം നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാം കാട് കയറി കിടക്കുകയാണ്. ഗൈഡ് നമ്മളെ കുറേ ദൂരെ നിന്ന് ഇതെല്ലാം കാണിച്ചു തരുന്നുണ്ട്. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ ലൈബ്രറി ആയിരുന്നു, അത് അവരുടെ റെസ്റ്റ് റൂമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പം നമുക്കതൊന്നും ജസ്റ്റ് അടുത്തേക്ക് പോകാനൊന്നും പറ്റില്ല. ഫുള്ളിങ്ങനെ കാട് കയറി കിടക്കുകയാണ്. ഇതെല്ലാം റീകൺസ്ട്രക്ട് ചെയ്യും ഫ്യൂച്ചറിൽ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാണോ എന്തോ. യാ അല്ലാ, എന്തൊരു മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് ആ കാണുന്നത്. ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ടുള്ള കേരളത്തിലില്ലാത്ത ഒരു മനോഹരമായ ദൃശ്യം. നമ്മൾ ഇന്ത്യൻ ഓഷൻ ഇങ്ങനെ വിശാലമായി നിവർന്ന് നെഞ്ചു വിരിച്ച് കിടക്കുന്നു. അവിടെ നമ്മുടെ തീരത്ത് ഇങ്ങനെ ഹട്ടുകളൊക്കെ ചെറിയ ചെറിയ ഹട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്നത് ഇന്ത്യൻ ഓഷൻ ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കുരിശുമുടി ഐലൻഡിലാണ് ഉള്ളത്. ഇതിന്റെ അവിടെയുള്ളൊരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി വരെ നമുക്ക് എത്ര സുനാമി വന്നാലും അത് നമ്മുടെ കരയിലേക്ക് വരില്ല. കാരണം പവിഴപ്പുറ്റ് അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാണ്. ആ ബൗണ്ടറി വരെ എന്തുണ്ടാവില്ല, തിരകളൊന്നും നമുക്ക് ഇങ്ങോട്ട് അടിക്കില്ല. സുനാമി വന്നാലോ കടൽക്ഷോഭം വന്നാലോ ഒന്നും അതിനെ അഫക്റ്റ് ചെയ്യില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഞങ്ങളെല്ലാവരും ഹട്ടിന് താഴെ ഇരുന്ന് കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് ഗൈഡ് വിളിച്ചപ്പം ഞങ്ങൾ തിരിച്ച് പോയപ്പം ഞങ്ങൾ അവിടെയുള്ള മനോഹാരിത ഞങ്ങളുടെ ക്യാമറയിൽ പകർത്താൻ മറന്നില്ല. കൂടാതെ പുതിയ പുതിയ നല്ല അറിവുകളും നല്ല മെമ്മറീസുമായിട്ട് ഞങ്ങൾ മടക്കം അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക്. അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നത് രാമേശ്വരത്തുള്ള APJ അബ്ദുൽ കലാം മ്യൂസിയത്തിലേക്കാണ്. അവിടെ വളരെ സ്ട്രിക്റ്റ് ആണ്. നമ്മുടെ മൊബൈൽ ഫോൺസും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സും ഒന്നും അകത്തേക്ക് കടത്തില്ല. അതിന് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ലോക്കർ ഫെസിലിറ്റി അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ വയ്ക്കാം. അതിനകത്ത് അദ്ദേഹം യൂസ് ചെയ്തിരുന്ന ഡ്രസ്സ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് എല്ലാം ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ്സ്, അതുപോലെ തന്നെ അദ്ദേഹം ISROയിൽ ലീഡ് ചെയ്തിട്ടുള്ള റോക്കറ്റിൻ്റെ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെയൊക്കെ മോഡൽസൊക്കെ വാക്സിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കബറിടമുണ്ട് അവിടെ പോയി നിൽക്കുമ്പം നമുക്ക് എന്താ ഒരു ഫീലെന്ന് എനിക്ക് ഉണ്ടായ ഫീലെന്ന് പറഞ്ഞാൽ ഒരു പ്രൗഡാണോ അല്ലെങ്കിൽ സങ്കടമാണോ അല്ലെങ്കിൽ ഒരു ആരാധനയാണോ, എന്തോ ഒരു പ്രത്യേക ഒരു തരം ഫീലായിരുന്നു എനിക്ക്. അപ്പം അത് കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മൾ പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല.
നമ്മളെത്തിയിരിക്കുന്നു നമ്മുടെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ധനുഷ്കോടിയിൽ. ധനുഷ്കോടിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള പോർഷനാണ്, ഒരു ടൗണാണ് ധനുഷ്കോടി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇതിൻ്റെ നമ്മൾ ധനുഷ്കോടി ആ തെക്കേ അറ്റത്തിലേക്ക് ഏറ്റവും ടോപ്പിലേക്ക് പോകുമ്പം ആ പാത്ത് വേയിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡും ഉണ്ട് റൈറ്റ് സൈഡും ഉണ്ട്. അപ്പം അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബംഗാൾ ഉൾക്കടലും റൈറ്റ് സൈഡിൽ ഇന്ത്യൻ ഓഷ്യനുമാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്, 2 കടലും 2 കളറാണെന്നുള്ളതാണ്. അപ്പം ഇന്ത്യൻ ഓഷ്യൻ നല്ല നീല കളറും നല്ല തിരയുള്ള കടലും, അതുപോലെ തന്നെ ബംഗാൾ ഓഷ്യൻ ആണെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ളതും വൈറ്റ് കളറിലുള്ള വെള്ളം. അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് 2 ടൈപ്പ് കടലുകൾ കണ്ടു പോകുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. അങ്ങനെ നമ്മൾ ധനുഷ്കോടിയുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ തന്നെ ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും തമ്മിൽ ബന്ധിക്കുന്ന ഒരു സ്ഥലം. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ധനുഷ്കോടി എന്ന് പറയുന്നത് ഒരു വലിയൊരു ടൗൺ ആയിരുന്നു. അതിൽ പോസ്റ്റ് ഓഫീസ്, സ്കൂൾസ്, അതുപോലെ തന്നെ ടെമ്പിൾസ്, ചർച്ചുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് ബിൽഡിങ്സ് ഉള്ള ഒരു ടൗൺ ആയിരുന്നു ധനുഷ്കോടി. 1964 ഒരു ചുഴലിക്കാറ്റിൽ ഈ ധനുഷ്കോടി ടൗൺ മൊത്തത്തിൽ നശിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പം അവിടെ നേരത്തെ റെയിൽവേ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഈ ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് റെയിൽവേ ഫെസിലിറ്റി ഉണ്ടായിരുന്നു, ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അതങ്ങനെ തന്നെ ഈ ചുഴലിക്കാറ്റിൽ നശിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇപ്പം അവിടെ ഉള്ളത് നാമാവശേഷമായിട്ടുള്ള ഈ ബിൽഡിങ്സ് ആണ്. ഇതിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടുള്ള ബിൽഡിങ്സ് ആണ്. അതൊന്നും എന്താ പറയുക, പ്രൊട്ടക്റ്റ് ചെയ്യുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പം അതിനുശേഷം മദ്രാസ് ഹൈക്കോർട്ട് വിധിച്ചതാണ് ഇവിടെ മനുഷ്യയോഗ്യമല്ല എന്ന് വിധിച്ചതിനെ തുടർന്ന് ഇതിപ്പോഴും നിഗൂഢമായിട്ട് തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സിറ്റിയെ ഗോസ്റ്റ് ടൗൺ എന്നും അറിയപ്പെടുന്നുണ്ട്. അവിടെ ജീവിക്കുന്ന ആളുകളുടെ മെയിൻ വരുമാന മാർഗം എന്ന് പറയുന്നത് മീൻപിടുത്തമാണ്. പിന്നെ കടലിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ ചിപ്പികളും ഷെല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ കുറച്ച് കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ വിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. പിന്നെ അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവർ പിടിക്കുന്ന മീൻ നമുക്ക് ലൈവായിട്ട് പൊരിച്ചു തരും. അപ്പം ആ ഒരു ഫിഷ് ഫ്രൈ എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പറാണ് കേട്ടോ. അതെല്ലാവരും അവിടെ ചെല്ലുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നിങ്ങളൊക്കെ ട്രൈ ചെയ്യണം അവിടെ. കാരണം നല്ല സൂപ്പറാണ് സാധനമാണത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ പൊരിച്ചതും ഒക്കെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ കൈയിട്ട് വാരി കഴിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ അത് അടിപൊളിയായിട്ട് കഴിച്ചു. അപ്പോൾ നമുക്ക് ടേസ്റ്റ് കൂടും അങ്ങനെ കൈയിട്ട് വാരി കഴിക്കുമ്പം. പിന്നെ ഞങ്ങൾ ടീമായിട്ട് വന്ന് ഓരോരുത്തർക്കും ഉള്ളത് ഓർഡർ ചെയ്തു. ഞങ്ങളുടെ വയറ് നിറയെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് പോയത് നേരെ ഞങ്ങളുടെ റിസോർട്ടിലേക്കാണ്. റിസോർട്ടിൽ തിരിച്ചെത്തിയ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ പൂളിലേക്കാണ്. അപ്പം റിസോർട്ടിലെ റൂംസൊക്കെ കഴിഞ്ഞ് കുറച്ച് നടക്കണം പൂളിലേക്ക്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ പൂള് സെറ്റ് ചെയ്തിരിക്കുന്നത് മുകളിലാണ്. അതായത് നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലെത്തണം പൂളിലേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ തന്നെ നമുക്ക് പബ്ലിക്കായിട്ടുള്ള ആർക്കും തന്നെ നമുക്ക് ആ പൂളിൽ കിടക്കുന്ന ആരാണെന്നോ നമ്മളൊന്നും വ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് വളരെ പ്രൈവറ്റായിട്ട് തന്നെ നമുക്ക് പൂള് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഫാമിലി മാത്രമേ ഉണ്ടായുള്ളൂ പൂളിൽ. വളരെ രസമായിരുന്നു. എല്ലാവരും തന്നെ പൂളിലിറങ്ങി നല്ല രസമായിട്ട്. പൂള് തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങളുടെ കൂടെയുള്ള കുഞ്ഞിക്കുട്ടിയായിട്ടുള്ള നൂഹുക്കുട്ടൻ ആ കുഞ്ഞി പോണ്ടിൽ കിടന്നു. പിന്നെ ബാക്കി എല്ലാവരും നല്ല അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട്. എല്ലാവർക്കും തന്നെ നീന്തൽ അറിയായിരുന്നു. ഞങ്ങൾ കുറച്ച് പേർക്ക് മാത്രമാണ് അറിയാത്തത്. എന്നാലും ഞങ്ങളെല്ലാം അവരുടെ കൂടെ കോപ്പപ്പ് ചെയ്ത് പോയി എന്നുള്ളതാണ്. നല്ല സൂപ്പറായിരുന്നു. അന്നത്തെ ഞങ്ങളുടെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാണിക്കുന്നത്. വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ
വളരെ ഡെലീഷ്യസ് ആൻഡ് യമ്മി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. സിമ്പിളായിരുന്നു. ദോശ, ഇഡ്ഡലി, അതിൻ്റെ സൈഡ് ഡിഷസ് എല്ലാം വളരെ ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഒരു സ്പെഷ്യൽ അവരുടെ ഒരു കേസരി ഉണ്ടായിരുന്നു, സ്വീറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ റിസോർട്ട് വാസമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പാക്കപ്പ് ചെയ്തു. അവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. അവരുടെ എല്ലാ സർവീസിനും താങ്ക്സ് ഒക്കെ പറഞ്ഞു. സർവീസ് എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പാക്കപ്പ് ചെയ്ത് ഞങ്ങൾ പതിയെ വണ്ടിയുടെ അടുത്തേക്ക് നടക്കുകയാണ്. അങ്ങനെ ബസ്സിൽ കയറിയതോടുകൂടി എല്ലാവരുടെയും എല്ലാവരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കലകളെല്ലാം പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങി. തിരിയുടെ മരവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിയിടുന്നൊരു പെണ്ണുണ്ട്. തിരിയുടെ മരവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിയിടുന്നൊരു പെണ്ണുണ്ട്. ആ നോക്കിയിടുന്നൊരു പെണ്ണുണ്ട്. ഞാലിയാലിക്കത്തിട്ട് കസറിന്റെ തട്ടമിട്ട് തിരിയുടെ മരവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിയിടുന്നൊരു പെണ്ണുണ്ട്. ബസ്സിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്തതുകൊണ്ട് ടൈം പോയത് അറിഞ്ഞില്ല. രാവിലെ പുറപ്പെട്ട ഞങ്ങൾ ഉച്ചയോടുകൂടിയാണ് മധുര എത്തിയത്. മധുര ചെല്ലുമ്പം ഞങ്ങൾക്ക് നല്ല വിശപ്പാണ്. ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പം അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലുണ്ട്, ലക്കി മൈദീൻ ഹോട്ടൽ. അപ്പം അവിടേക്കാണ് ഞങ്ങൾ നേരെ പോയത്. ഞങ്ങൾ ചെല്ലുമ്പോൾ അതൊരു ബിരിയാണി ഹട്ടാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ നല്ല റഷായിരുന്നു. കിട്ടുന്നവരെല്ലാം കിട്ടിയ സ്പേസിലിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. വളരെ നല്ല ഒരു മസാല ചോറെന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലത്തെ ഒരു മസാല കലർന്ന ഒരു ചോറായിരുന്നു. നല്ല വെന്ത് ഫ്രൈ ആയിട്ടുള്ള ചിക്കനും ഒക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അതെടുത്ത് പറയേണ്ടതാണ്. പിന്നെ അവിടെ സ്പെഷ്യൽ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ വക. എല്ലാം നല്ലായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് തിരുമലൈ നായക് പാലസിലേക്കാണ്. അതായത് മധുര ഭരിച്ചിരുന്ന നായക് രാജവംശത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു തിരുമലൈ നായക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാലസിലേക്കാണ് നമ്മൾ പോയത്. ഈ പാലസ് എന്ന് പറയുന്നത്
കിങ്, അന്നത്തെ ആ തിരുമലൈ നായക് എന്ന് പറയുന്ന കിങ് താമസിച്ചിരുന്ന മെയിൻ പാലസാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ 4 ഇരട്ടി ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ പാലസ് എന്ന് പറയുന്നത്. അത് യുദ്ധങ്ങളും ഒക്കെ നടന്ന് അതൊക്കെ നശിച്ചു പോയി. ഇപ്പോൾ നിലവിലുള്ളത് അതിൻ്റെ 1/4 ഭാഗം മാത്രമാണ്. അത് തന്നെ കണ്ടു കഴിഞ്ഞാൽ വിസ്മയിച്ചു പോകും. കാരണം ഇത്രയും ടെക്നോളജീസൊക്കെ ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഇങ്ങനൊരു കൺസ്ട്രക്ഷൻ നമ്മുടെ ആർക്കിടെക്ട്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമോ എന്നുള്ളത് സംശയമാണ്. കാരണം അത്രയധികം പില്ലറുകളും നമുക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പം പണ്ടത്തെ ഈ നമ്മുടെ താജ്മഹൽ, അതുപോലെ തന്നെ നൂർജഹാൻ, ഷാജഹാൻ, മുഗൾ രാജവംശത്തിലെ ആളുകൾ, അവരെയൊക്കെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നു അത്. എന്ത് നല്ല മനോഹരമായിട്ടുള്ള കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ പോരാ. പിന്നെ അവിടുത്തെ പെയിൻറ്റിങ്സ് ഒക്കെ ഈ ഫ്രൂട്ട്സിൽ കൊണ്ടാണ് അന്നൊക്കെ പെയിൻറ്റിങ് ഒക്കെ എടുത്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം എങ്ങനെയാണ് നിലവിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊന്നും അറിയില്ല. പഴച്ചാറിൽ നിന്നാണ് അന്ന് പെയിൻ്റ് അടിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടു അവിടെ ചെന്നപ്പം. പക്ഷെ ഇപ്പം ഇപ്പം പെയിൻ്റ് അടിച്ചതാണോ നിലവിലെന്നൊന്നും നമുക്ക് അറിവില്ല. വളരെ മനോഹരമായിട്ടുള്ള കൺസ്ട്രക്ഷൻ, എന്തായാലും നമുക്ക് കണ്ടിരിക്കേണ്ട ഒന്നാണ് കേട്ടോ. പാലസൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മധുര മീനാക്ഷി ടെമ്പിളിലേക്കാണ്. നമ്മൾ ഫിലിമിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ടെമ്പിൾ. അപ്പം അവിടേക്കാണ് പോയത് ഞങ്ങളൊരു പെയ്ഡ് ഓട്ടോയിലാണ്. നമ്മുടെ ഇവിടുത്തെ പോലത്തെ ഓട്ടോ അല്ല. ആ ഓട്ടോയിൽ നമുക്ക് 20 പേർക്കൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ ഓട്ടോ ആണ്. ഞങ്ങൾ അതിൽ കയറിയിട്ട് പോയി. നല്ല രസകരമായിട്ടുള്ള ജേർണി ആയിരുന്നു ഞങ്ങളുടെ ഓട്ടോയിലുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ടെമ്പിളിലേക്ക് ചെന്നു. ടെമ്പിളിൽ ചെന്നപ്പം നമുക്ക് അവിടെ വളരെ സ്ട്രിക്റ്റാണ്. നമ്മുടെ ചെരുപ്പും നമ്മുടെ ബിലോങ്ങിങ്സും ഒന്നും നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറ്റാനായിട്ട് പറ്റില്ല. അവിടെ ഹിന്ദു മതാചാര പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് ടെമ്പിളിൻ്റെ അകമൊക്കെ നമുക്ക് കാണുന്നതിന് പ്രശ്നമില്ല. പക്ഷെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ അതിൻ്റെ അകത്ത് പാലിച്ചിരിക്കണം. അത് നമ്മുടെ ഏത് മതത്തിൽപ്പെട്ടവരുടെ ആയാലും അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. അത് നമ്മൾ പാലിച്ചേ പറ്റുള്ളൂ. അവിടെ നമുക്ക് വേറൊന്നും അവർക്ക് പറയാൻ പാടില്ല. അപ്പം അങ്ങനെ പാലിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാം. ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറി ഞങ്ങൾ ടെമ്പിളിൽ ഫുള്ള് വിസിറ്റ് ചെയ്തു. നല്ല ഭംഗിയായിട്ടുള്ള കൊത്തുപണികളും ഇങ്ങനെ മിനാരങ്ങളും നല്ല ഭംഗിയായിരുന്നു. ടെമ്പിളിൻ്റെ അകത്ത് ഒരുപാട് പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമുക്കതെല്ലാം വിസിറ്റ് ചെയ്ത് കാണാനുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെയുണ്ട്. നല്ലൊരു ദൃശ്യമായിരുന്നു. നല്ലൊരു അൺഫോർഗട്ടബിൾ മൊമെൻ്റ് ആയിരുന്നു. ടെമ്പിളിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഞങ്ങൾ റിട്ടേൺ പോവാണ്. അപ്പം എല്ലാവരും പറഞ്ഞു നമുക്ക് അവിടുത്തെ ഫേമസ് ജിഗർദണ്ഡ എന്ന് പറയുന്നൊരു ഡ്രിങ്ക് നമുക്ക് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ഫേമസ് ജിഗർദണ്ഡ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ പോയിട്ട് അവിടെ ജിഗർദണ്ഡ എന്ന് പറയുന്ന ഡ്രിങ്ക് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. അത് എന്ന് പറയുന്നത് ഈ പാൽപ്പാട കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തരം ഷെയ്ക്കിൻ്റെ അത്രയും കട്ടിയില്ല, കുറച്ച് ലൂസാണ്. എങ്കിലും നമുക്ക് ഒരു തവണയൊക്കെ ട്രൈ ചെയ്യാം. നല്ല മധുരമാണ്. മധുരം ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. എങ്കിലും എനിക്ക് ഒരു തവണയൊക്കെ ട്രൈ ചെയ്യാനുള്ള ഒരു ഇഷ്ടം മാത്രമേ ഉണ്ടായുള്ളൂ. കുഴപ്പമില്ല. അങ്ങനെ ഒരു പുതിയ റെസിപ്പി നമ്മൾ ട്രൈ ചെയ്തു എന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബസ്സിലേക്ക് തിരിച്ചു കയറി. ബസ്സിലെ ഡ്രൈവർ നമുക്ക് ഫുൾ ലൈറ്റൊക്കെ ഇട്ട് തന്നു. അങ്ങനെ ഞങ്ങൾ ചില്ലൊക്കെ ആയി.
തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം കണ്ട് ഞങ്ങളൊരു ഹോട്ടൽ ഹരിഭവൻ എന്ന് പറയുന്ന അവിടെ ഇറങ്ങി. ഞങ്ങളുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ പാർക്ക് ചെയ്തു. ഞങ്ങൾ അവിടെ നിന്നാണ് ഡിന്നർ കഴിച്ചത്. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ നല്ല ലെങ്തി ആയെന്ന് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങളുടെ നല്ല നല്ല മൊമെൻറ്റ്സ് ഞങ്ങൾ പകർത്താനും നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനും ഞങ്ങൾക്കതൊരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങൾ അറിയിക്കണം. തീർച്ചയായിട്ടും ഇനിയും ഞങ്ങൾ പുതിയ വീഡിയോ ഇറക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Thank you so much, my family members, for supporting us. Thank you so much.